ലൂക്ക, പുതിയ യെരുശലേമിന്റെ നടുവിലെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ആ വെള്ളച്ചാട്ടം എന്ത് ഭംഗിയാണ്! വളരെ ഭംഗിയുള്ള സ്ഥലമാണിത്. എന്ത് ഭംഗിയുള്ള സ്ഥലമാണിത്! ഇവിടെ കുറെ പേരുണ്ടല്ലോ. അവിടെ ഒരു തുറന്ന വേദി കാണാമല്ലോ. അവിടെ സംസാരിക്കുന്ന ആരെയോ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുന്നു. നമ്മൾ അവിടെ പോകേണ്ടതായിരിക്കുന്നു ലൂക്ക. അവിടെ ദശലക്ഷക്കണക്കിന് രക്ഷിക്കപ്പെട്ടവരെ കാണാൻ സാധിക്കുന്നു. ആ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയോട് നമുക്ക് സംസാരിക്കുവാൻ കുറച്ചു നേരം ഒന്ന് കാത്തു നിൽക്കാം. ഓറേൽ, അതെന്താണ് അവിടെ? അവിടെ ഒരു തുറന്ന പുസ്തകം തൂണിന്റെ മുകളിൽ പറന്നു നടക്കുന്നു. ആ സ്ഥലം നിനക്ക് പിന്നീട് കാണിച്ചു തരാം ലൂക്ക. ഇത് ആകാശത്തിലെ രേഖാമുറിയാണ്. ഇവിടെ പലരുടെ കഥകളുണ്ട്. ഭൂമിയിൽ ജീവിച്ചിരുന്ന പല വ്യക്തികളുടെയും. ആ സമയത്ത് അവിടെ പലരുടെയും ഒരുമിച്ചുള്ള ഹല്ലേലൂയ ശബ്ദം ഉയർന്നു വന്നു. ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദം. അവിടെ നിന്ന് ആ വ്യക്തി പറഞ്ഞു തീർന്നതും പെട്ടെന്ന് തന്നെ അവർ താഴേക്ക് ഇറങ്ങി വരുന്നു. മൊത്തം മാലാഖമാരുടെ സ്തോത്രഗീതങ്ങളായിരുന്നു. വരൂ ലൂക്ക, ദാ ആ തുറന്ന വേദിയിൽ നിന്ന് ഒരു വ്യക്തി ഇറങ്ങി വരുന്നുണ്ട്. പൗലോസ്, പൗലോസ്. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കാത്തു നിൽക്കാമോ? ഞങ്ങൾക്ക് അങ്ങോട്ട് സംസാരിക്കാനുണ്ട്. ഒറേൽ, ലൂക്ക, നിങ്ങളായിരുന്നു ഇത്? വാവ്, അങ്ങേക്ക് ഇങ്ങനെ ഞങ്ങളെ അറിയാം? എൻ്റെ നല്ല സുഹൃത്ത് സ്റ്റീഫൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങളുള്ള വ്യക്തികളെ അന്വേഷിച്ചിറങ്ങിയതാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ എൻ്റെ അടുത്ത് വരുമെന്ന്. ഓ, നിങ്ങളത് ശ്രേഷ്ഠമാണല്ലോ. എനിക്ക് എപ്പോഴും അങ്ങേ ഇഷ്ടമായിരുന്നു. അങ്ങ് ഭൂമിയിൽ നല്ല ശക്തമായ ഒരു ഉദാഹരണമാണ്. ഓ ലൂക്ക, നിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ഞാൻ പക്ഷേ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ദൈവത്തിന്റെ പോരാളിയായി മാറി. വെറുമൊരു പോരാളിയല്ല, ദൈവത്തിന്റെ പോരാളികളിൽ വെറുമൊരു പോരാളിയല്ല, ദൈവത്തിന്റെ പട്ടാളത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ ഒരു പദവി അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഓ, നിങ്ങൾ എന്നെ വെറുതെ കളിയാക്കാതെ. ഏറ്റവും ഉന്നതയിൽ ദൈവത്തിന്റെ നാമമാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ലൂക്ക, റോമർക്കെഴുതിയ ലേഖനം 8:14 നോക്കൂ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. പൗലോസേ, ഞങ്ങൾക്ക് അങ്ങേ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നയിച്ചതും എങ്ങനെയാണ് വ്യക്തികളെ പരിശുദ്ധാത്മാവിലേക്ക് നയിച്ചതുമെന്ന് പറഞ്ഞു തരാമോ? അത് നല്ല ചോദ്യമാണ്. ഞാൻ നിസ്സാരമായി പറയുവാണെങ്കിൽ ദൈവത്തെ സ്വീകരിക്കുന്ന ഏവർക്കും തന്നെ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം ലഭിക്കും. നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിങ്ങളിൽ നിശബ്ദമായി പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ യേശുവിനെ സ്വീകരിച്ച ഏവരും സ്നാനപ്പെട്ട് ദൈവത്തിനായി ജീവിക്കുന്നു. അവരൊക്കെ ദൈവ കുടുംബത്തിലെ ഒരു ഭാഗമായി തീരുന്നു. അതുകൊണ്ടാണ് ഈ പുതിയ യെരുശലേമിൽ അവരെയൊക്കെ കാണാൻ സാധിക്കുന്നത്. നമ്മളൊക്കെ യേശു തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കുന്നു. അത് എനിക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ അവസാനം എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നെയും ദൈവത്തിന്റെ വീട്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ? പരിശുദ്ധാത്മാവിനാൽ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? വളരെ ശരിയാണ്. എന്നെയും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് ചിന്തിക്കാമോ, ഞാൻ ദമാസ്കോസിൽ യേശുവിനെ കണ്ടില്ലായിരുന്നെങ്കിൽ? അത് ചിന്തിക്കാനേ എനിക്ക് സാധിക്കുന്നില്ല. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമ്മളെയൊക്കെ ദൈവം വിലമതിച്ചു. ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടത്. പൗലോസേ, എനിക്ക് തോന്നുന്നു അങ്ങേക്ക് ആ തുറന്ന വേദിയിൽ ഇനി ചെല്ലേണ്ടതായ ആവശ്യമുണ്ടെന്ന്. ആരൊക്കെയോ അവിടെ തിരിച്ചു വരുന്നുണ്ട്. അതെ, ശരിയാണ്. എനിക്ക് എൻ്റെ ജോലി തീർക്കണം. അപ്പോൾ ഞാൻ പൊക്കോട്ടെ കൂട്ടുകാരെ. ലൂക്ക, പൗലോസ് വളരെ അതിബുദ്ധിമാനും അതുപോലെ കഴിവുള്ള വ്യക്തിയാണ്. ഭൂമിയിൽ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചത് പ്രസംഗിക്കുവാനും ശക്തമേറിയ വചനങ്ങൾ സംസാരിക്കുവാനാണ്. ഇവിടെ സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അത് വർദ്ധിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് പലരോടും സംസാരിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ദൈവത്തോട് എന്തിനു പറയുന്നു, മാലാഖമാരോടും അദ്ദേഹം സംസാരിക്കുന്നു. എല്ലാവർക്കും അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുവാൻ ഇഷ്ടമാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു. എനിക്ക് പൗലോസിനോട് ഇനിയും സംസാരിക്കണം. കുറെ ചോദ്യങ്ങളുണ്ട്. ഇനി നമ്മൾ എവിടെ പോവുകയാണ്? ലൂക്ക, ഞാൻ വിചാരിക്കുന്നത് നിനക്ക് നന്നായി അറിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്നാണ്. അത് നിനക്ക് ചിലപ്പോ എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ നിന്നോട് കൂടെയുള്ള യാത്ര എനിക്കൊരു ബഹുമതിയായിരുന്നു. സന്തോഷത്തോടെ നിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തത്.
പലതും സംസാരിക്കുവാനും അതുപോലെ പലരെയും കാണുവാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാമല്ലേ ലൂക്ക? ശരി ഒറേൽ.